ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എന്നത്തെയും പോലെ രാവിലെ ആയി, നേരം വെളുത്തു. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് ഉണ്ടാക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ചെറിയ മീനാട്ടെന്ന് കിട്ടി. അത് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ അത് മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെക്കാതെ വന്നപ്പോൾ പറഞ്ഞ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇത് തല വറുത്താൽ ഇതിൻ്റെ തല മാറ്റി വെച്ചാൽ ഞാൻ വറുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തല ഞാൻ കളഞ്ഞു പോയി. ബാക്കിയുള്ള മീനെടുത്തിട്ട് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഇക്കാതെ തന്നെ ചെയ്യുന്നത്. ഫുള്ള് വീഡിയോ ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞു എന്നോട്, നമുക്കൊരു കണ്ടൻറ് ആക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണിതിന്. ഞാൻ എൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇക്കാതെ തന്നെ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻ ക്ലീൻ ചെയ്തു, അത് വൃത്തിയാക്കുകയാണ്. അങ്ങനെ ഓരോ പണികൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം എൻ്റെതൊന്നും എടുക്കുന്നില്ലല്ലോ. ഇക്കാകൻ്റെ മാത്രമാണ് ഇക്കാക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങളെ ആയിരിക്കും ഇപ്പോൾ എന്തിനാപ്പോൾ ചെറിയ തലയൊക്കെ എടുത്ത് ഇങ്ങനെ പൊരിക്കാൻ നിൽക്കുന്നതെന്നൊക്കെ. അത് ഓരോരുത്തരുടെ ഇഷ്ടവും കാര്യങ്ങളും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓരോ ടേസ്റ്റ് അനുസരിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള റെസിപ്പി കാര്യങ്ങളൊന്നും ഇതിനില്ല. ഇത് ഇക്കാകൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലാണ്. അങ്ങനെ ഇതിലുള്ള സ്പൈസസൊക്കെ ഇടുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടത് ഇന്നതിൻ്റെ കൂടെ. അങ്ങനെ അതൊക്കെ വറുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലോണം മാഗ്നേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ എന്തിനാണ് ചിലവുന്ന ഇതിലേക്ക് തോന്നുന്നു ചോദിച്ചാൽ, എന്താ അറിയില്ല, എന്തോന്ന് കവി ഉദ്ദേശിക്കണ്, അതൊന്ന് ഫുള്ളാക്കണ്ടേ, അതിൻ്റെ ഒരു തിരക്കിലാണ്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ടാൽ മീൻ ഒട്ടിപ്പിടിക്കാതെ ക്ലീനായിട്ടും കൂടെ കിട്ടും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതാ ഒന്നുകൂടി. അങ്ങനെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇത് പത്തിരിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. രാവിലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് ഉണ്ടാക്കി നിങ്ങൾ പറയും ഇതിപ്പോൾ പ്രത്യേക ഡിഷ്, ഇത് എന്ത് ഡിഷാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അത് ഒരു കണ്ടൻ്റ് ആവല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതേ ഉള്ളൂ. അതിനിതാ നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല മുരുമുരാന്ന് ഫ്രൈ ചെയ്താൽ ഈ തലയാണല്ലോ, അപ്പം അങ്ങനെ ആയി കിട്ടണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വരുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങ നേരത്തെ ചെറിയ എന്തിനാണെന്ന് ഞാൻ ചോദിച്ചില്ലേനോ, അത് ഇതിനാണ് ലാസ്റ്റ് അതിലിടാൻ. കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ പറയും ഇത് നെത്തൽപ്പീര വെച്ചാൽ പോരെയെന്ന്. നെത്തൽപ്പീര വേറെ, ഇത് വേറെ, ഇത് ഫ്രൈ ചെയ്യുകയാണല്ലോ. അങ്ങനെ ലാസ്റ്റ് ലുക്ക് ഫൈനൽ ലുക്ക് ഇതാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.